വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ നല്ല തനി നാടൻ രീതിയിലിട്ട് ഒരു മങ്കട കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് നമ്മുടെ ചാനൽ കയറി നോക്കുക. ഇഷ്ടപ്പെടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയും വേണം. അപ്പോൾ നമുക്ക് അടിപൊളി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ കറി വെക്കാൻ എടുത്തേക്കുന്നത് ഈ മങ്കടയാണ്. അപ്പോൾ 2 മങ്കടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് തോല് കളയേണ്ട മീനാണ്, അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ ഇനി നമ്മൾ ഒരു തേങ്ങ വറുത്തരച്ച ഒരു മങ്കടക്കറിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് പല രീതിയിൽ തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത്രത്തോളം. പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ ചുവന്നുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ വെളുത്തുള്ളി, കുരുമുളകും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങ വറുത്തെടുത്തുകൊണ്ട് വരാം. അപ്പം ഇനി നമുക്ക് ആ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ തേങ്ങ വറുക്കാനുള്ള പാനിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുത്തു. ഇതുപോലെ തന്നെ ഇതിലേക്ക് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയോടൊപ്പം തന്നെ നമുക്കിനി വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുരുമുളകും ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ട് വറുത്തുകൊണ്ട് വരാം. അപ്പോൾ അതുപോലെ അത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് നമ്മുടെ തേങ്ങ വറുത്ത് എടുക്കണം. അപ്പോൾ ഇതുപോലൊരു നല്ല ബ്രൗൺ കളർ ആവുന്ന സമയത്ത് നമുക്ക് അല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നന്നായിട്ടിത് യോജിപ്പിക്കണം, ഇളക്കി. നമ്മൾ വറുത്തെടുത്ത തേങ്ങയിലേക്ക് ചേർക്കാനുള്ള പൊടികളായിട്ടുള്ള മുളക് പൊടി എടുത്തിട്ടുണ്ട്. 2 സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇതിനാവശ്യമായ മുളക് പൊടി ചേർക്കാവുന്നതാണ്. പിന്നീട് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും 2 സ്പൂണാണ് എടുത്തേക്കുന്നത്. പിന്നീട് ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഇതാണ് ഉലുവാപ്പൊടിയാണ്. ഉലുവാപ്പൊടിയും നമ്മൾ ചെറുതായിട്ട് ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് നേരത്തെ വറുത്തെടുത്ത് വെച്ച് തേങ്ങയിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന പൊടിവകകളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ പൊടിവകളുടെ പച്ച ഒരു മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് നേരം ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ തേങ്ങ ചേർത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. അപ്പം നല്ല എണ്ണ തെളിയുന്നിടം വരെ നന്നായിട്ടിത് നല്ലതായിട്ട് തേങ്ങ അരച്ചെടുക്കണം. അപ്പം മിക്സിയുടെ ജാറിൽ ഇപ്പം നല്ലതായിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യാൻ എപ്പോഴും ശ്രദ്ധിക്കണം. വെള്ളമൊന്നും ചേർക്കരുത്, അല്ലാതെ തന്നെ നന്നായിട്ട് അരഞ്ഞ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുപോലെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ആ എണ്ണ തന്നെയാണ് ഇത് കാണുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾ ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരണം. ഇനി നമുക്ക് ബാക്കി പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ മീൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക് തക്കാളിപ്പഴവും ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിരുന്ന പുളിയാണ്. പുളിയും ആ വെള്ളവും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ നമ്മുടെ കറിക്ക് ആവശ്യമായ വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർത്തിട്ട് വീണ്ടും അത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഈ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. അപ്പോൾ മൂടി വെച്ച് നമുക്ക് കറി കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തിള വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം വറുത്തരച്ച് ഇങ്ങനെ കറി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ടായിരിക്കും.
അപ്പം അങ്ങനെയൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങളിങ്ങനെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം ഇഞ്ചിയുടെയും അതുപോലെ കുരുമുളകിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കാം. അപ്പോൾ അതാ ഇതുപോലെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽപ്പുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ചോറിനും അതുപോലെ തന്നെ കപ്പയുടെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്, നല്ല ഒരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇതുവരെ കാണാത്തതുകൊണ്ട് നമ്മുടെ ചാനൽ കയറി നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പം അടുത്തൊരു നല്ല വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ.